ഞാൻ ഇതുവരെ മീഷോയിൽ ലൈവ് പ്ലാൻസ് വാങ്ങിച്ചിട്ടില്ല. പ്ലാൻസ് വലിയ കുഴപ്പമില്ലടാ, പക്ഷെ ഡെലിവറി ലേറ്റ് ആവുന്നു, അതൊരു പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു കുഴപ്പമുണ്ടാവത്തില്ലായിരിക്കും. നട്ടോ വെച്ച് കഴിയുമ്പോൾ പൊടിച്ച് വരുമായിരിക്കും, ഇച്ചിരി ഉണങ്ങിയൊക്കെയാണ് വരുന്നതെങ്കിലും. എനിക്ക് എൻ്റെ ബോഗൺവില്ല അങ്ങനെയായിരുന്നു വന്നത്, തീരെ അങ്ങ് നാശമായിട്ടാണ് വന്നത്. പക്ഷെ അത് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും നല്ല സൂപ്പറായിട്ട് വന്നു. ഇപ്പം പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അത് ഏകദേശം 2 വർഷത്തോളമായി ഞാൻ വാങ്ങിച്ചിട്ട്. പക്ഷെ ഇപ്പോഴാണ് പൂ വന്നത്. നേരത്തെ പൂ വന്ന സമയത്ത് ഞങ്ങൾ വെച്ച സ്ഥലം ശരിയല്ലായിരുന്നേ, അത് ഇച്ചിരി തണലുള്ള സ്ഥലത്തായിരുന്നു. പക്ഷെ വെയിലത്തോട്ട് മാറ്റി വെച്ചപ്പോഴത്തേനും നല്ല സെറ്റായി. താൻ എന്താ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ലടാ, ഞാൻ വീട്ടിലാണ്, ഹൗസ് വൈഫാ. ജയരാജ് വീട് എവിടെയാണ്? വീട് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകരയാണ്. എൻ്റെ വീട് കോട്ടയത്താ, സ്വന്തം വീട് കോട്ടയത്താ. ഇവിടെ ഹസ്ബൻഡിൻ്റെ വീടാണ് ട്രിവാൻഡ്രം നെയ്യാറ്റിൻകര. ഹൗസ് വൈഫാണ്, ചുമ്മാ ഇരിപ്പാണ് പണി. ഞാൻ എപ്പോഴും നല്ല വില കുറച്ചിങ്ങനെ വരുന്നത്. എനിക്കിനി ഒരു മരമുല്ല വാങ്ങിക്കണം, പിന്നെ ഒരു മണിമുല്ല വാങ്ങിക്കണം, പിന്നെ ഗാർലിക് വൈൻ എന്നും പറഞ്ഞുകൊണ്ടൊരു ചെടിയുണ്ട്, അതിങ്ങനെ നല്ല പൂവുണ്ടാവുന്നത്, വള്ളിയൊക്കെ ഇങ്ങനെ പടർന്നു പോയിട്ട്, അത് വാങ്ങിക്കണമെന്നുണ്ട്. എത്ര വയസ്സായി? ഏജ് ചോദിക്കാൻ പാടില്ല എന്നാണ്, എന്നാലും പറയാം. എനിക്ക് 28 വയസ്സായി. സൗണ്ട് കുറയ്ക്കോ പാറു? ഓ ശരി, പിന്നെ വന്നാൽ മതി. ഇനി ഉണ്ടോ? ഞാൻ കുറച്ച് തരാം. നല്ല വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്തേ ഞാൻ വാങ്ങിക്കുള്ളൂ മീഷോയിൽ. ഇതിപ്പോൾ എനിക്ക് കുറച്ച് ലാഭമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. പക്ഷേ അത് ഇതുവരെ വന്നുമില്ല. ഇനിയിപ്പോൾ എന്ത് കോലത്തിലാണ് വരുന്നതെന്ന് അറിയത്തില്ല. അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം, അൺബോക്സിങ് വീഡിയോ ആയിട്ട്. അയ്യോ, വലിയ ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് ഓർഡർ ചെയ്തതാണ്. ശരി, വരുമ്പോൾ അൺബോക്സിങ് വീഡിയോ ഇടണം ചേച്ചി. അത് ചെയ്യാം, അതൊരു ഉദ്ദേശം വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്നെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചു. 8-ാം തീയതി വരുമെന്നായിരുന്നു ഓർഡർ ചെയ്തപ്പോഴത്തേനും. എനിക്ക് 28 വയസ്സാണ് കേട്ടോ. അപ്പോൾ പേര് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇന്ന് വേറൊരു പ്രോഡക്റ്റ് വന്ന്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. അത് ഇന്നലെ വരേണ്ടതാ, അത് ഇന്നാ വന്നത്. അപ്പം എനിക്ക് ഇന്നലെ വരേണ്ടത് ചിലപ്പോൾ നാളെ വരത്തുള്ളൂ. പക്ഷെ അതിൻ്റെ ചെടി ആയതുകൊണ്ടാണ് ഒരു ടെൻഷൻ. വേറെ എന്തെങ്കിലും ആണെങ്കിലും നമുക്ക് ടെൻഷനില്ല. ചെടി ഏത് രീതിയിലാണ് വരുന്നതെന്ന് അറിയത്തില്ലല്ലോ. കഴിഞ്ഞ ഞായറാഴ്ച മഞ്ചളാകം വഴി ബസ്സിലാണ് വന്നത്. ഞാനപ്പോൾ ചേച്ചിയുടെ കാര്യം ഓർത്തു. മഞ്ചവിളാകം വഴി ബസ്സിൽ നീ എവിടെ പോയതാ ചേച്ചി? റവന്യൂ നോക്കിയോ? എന്തോന്നാടാ റിവ്യൂ നോക്കിയോന്നോ? എന്തിൻ്റെ റിവ്യൂ ആടാ? ചെടി പ്ലാന്റ് ഓർഡർ ചെയ്തതിൻ്റെ ആണോ? ഓർഡർ ട്രാക്ക് ചെയ്യുന്നതാണോ? അതിൽ 48 മണിക്കൂർ സമയം പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ രാവിലെ തൊട്ടേ 48 മണിക്കൂർ പറഞ്ഞു. ചേച്ചിയുടെ സ്വന്തം വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ സ്വന്തം വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരനിയനുണ്ട്. അത് നിൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ.